Watch India's largest kids library only on Jio Hotstar. Download the app now. ഞാനിതാ ലഡ്ഡു സിംഗ് സാറായിട്ട് വന്നിട്ടുണ്ട്. ഈ കാട്ടിൽ നിന്റെ സംരക്ഷണത്തിനായിട്ടാണ് ഇദ്ദേഹത്തെ ഞാൻ കൊണ്ടുവന്നത്. ഓക്കെ പപ്പാ, താങ്ക്സ്. അല്ലെങ്കിലും എന്ത് അപകടം വന്നാലും ഞാൻ ഒരുത്തൻ മതിയല്ലോ കൈകാര്യം ചെയ്യാൻ. എന്തായാലും ഇൻസ്പെക്ടർ സാർ വന്നതല്ലേ, കുഴപ്പമില്ല. ഓക്കെ കുട്ടികളെ, നിങ്ങൾ നന്നായി എൻജോയ് ചെയ്തോളൂ. ബൈ ബൈ സാറേ. സ്മാർട്ടി കൂട്ടുകാരോടൊപ്പം അടിച്ച് പൊളിക്കുകയാണല്ലോ. സ്മാർട്ടിയുടെ ഡാഡിയുടെ അടുത്ത് ഒരുപാട് കാശുണ്ടല്ലോ, പിന്നെന്താ. ഇത് കാരണം തന്നെ കുറെ ഗുണ്ടകൾ ഇദ്ദേഹത്തിനെ കിഡ്നാപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇദ്ദേഹത്തിനെ സംരക്ഷിക്കാനാണല്ലോ എന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും എനിക്കൊരു വലിയ തലവേദനയാകുന്ന തോന്നുന്നത്. എന്തോ ശിവ വേഗം വന്നാ മതിയായിരുന്നു. വന്നില്ലെങ്കിൽ പിന്നെ അല്ല, ഇതേ ഇവിടുത്തെ പിള്ളേരാ. ഓരോന്ന് ഇറങ്ങി വന്നോളും. ഇവരൊക്കെ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഓടിക്കണം. അതെ, ഇവിടെ നിന്ന് പോയി തരുവോ? ഞങ്ങൾ ഇപ്പോഴാണ് ഞങ്ങളുടെ പിക്നിക് പാർട്ടി തുടങ്ങിയത്. അതിനുള്ളിൽ ചോദിക്കാനും വന്നോ? ചേട്ടാ, ഞങ്ങൾ സഞ്ചാരികളാ. ഞങ്ങൾ അങ്ങനെ നടന്ന് നടന്ന് പല സ്ഥലത്തേക്ക് പോകുന്നവരാണ്. അറിയോ, ഞങ്ങൾ നിങ്ങളെ ശല്യം ചെയ്യുകയേയില്ല. ആ ശരി ശരി, അങ്ങ് അറ്റത്ത് എവിടെയെങ്കിലും പോയി ഇരിക്കേ. ചെല്ലേ, പോവാനല്ലേ പറഞ്ഞത്. ലഡു സിംഗ് സാറേ, എനിക്ക് എന്താ പറ്റിയത്? ലഡു സിംഗ് സാറേ, എന്താ പറ്റിയത്? എനിക്ക് സ്മാർട്ടി, ലഡു സിംഗ് സാറേ, എനിക്ക് സ്മാർട്ടി ആ കുണ്ടകള് കൊണ്ടുപോയിരിക്കുന്നു. എനിക്ക് ഹലോ അങ്കിൾ, ഇങ്ങനെ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുന്നത് വലിയൊരു തെറ്റാണ്, അറിയോ? കുട്ടി, വഴിന്ന് മാറി നിൽക്കാനാ പറഞ്ഞത്. ഞങ്ങൾക്ക് ആവശ്യമുള്ളവരെ ഞങ്ങൾ പൊക്കിയിരിക്കും. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ദാ പിടിച്ചോ. ശിവ എന്നാണ് എന്റെ പേര്. എന്നെ രക്ഷിക്കൂ, ആരെങ്കിലും വായോ, ഹെൽപ്പ്. ഞാൻ എവിടെയാണ്? ഗുണ്ടകൾ, അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ പ്ലീസ്. ഞാൻ ഇനി ഒന്നും ചെയ്യില്ല പ്ലീസ്. എല്ലാരും പോയെന്ന് തോന്നുന്നു. ഭാഗ്യ, ആരും ഇത് കണ്ടിട്ടില്ല. അതെ സാറേ, എവിടെ പോയി ആ ഗുണ്ടകള്? ഞാൻ ഇപ്പൊ തന്നെ അവരെവിടെ പോയി അന്വേഷിക്കട്ടെ. പോരെ? നിങ്ങൾ എന്ത് ചെയ്യാനാ? ഇവിടെ വന്ന എല്ലാ ഗുണ്ടകളും ഞാൻ അടിച്ച് പായിപ്പിച്ചില്ലേ. ഞാൻ ഈ മാറ്റിന്ന് പുറത്ത് ചാടിട്ട് എല്ലായിടത്തിനും ശരിക്കിട്ട് പെരുമാറിയിട്ടുണ്ട്. ഈ സ്മാർട്ടിന്റെ കുൻഫു സ്റ്റൈൽ വെച്ചിട്ട് എല്ലായിടത്തിനും കൊടുത്തിട്ടുണ്ട്. എല്ലാം ക്ഷമ പറഞ്ഞിട്ടാ ഓടിപ്പോയത്. ഐ ആം സ്മാർട്ടി. എനിക്ക് ദേഷ്യം വന്നുണ്ടല്ലോ. പിന്നെ ആകാശത്തെ 7ാം നിലയിൽ ചെന്ന് നിൽക്കുന്നത്. ഞാൻ കറാട്ടയിലെ ബ്ലാക്ക് ബെൽറ്റ് ആണ്. ബ്ലാക്ക് ബെൽറ്റ് അറിയോ? അല്ല, നിങ്ങൾ ഇവിടെ എന്ത് കാണാൻ നിക്കാ? മര്യാദക്ക് പൊക്കിയോടെ. അതെ, ഞങ്ങളിപ്പോ തന്നെ പോയിക്കോളാം. പക്ഷേ ഞങ്ങൾക്ക് വല്ലാതെ വിശക്കുന്നു. നിങ്ങളുടെ വിശപ്പ് മറ്റേ ഈ സ്ഥലമാണോ കിട്ടിയത്? ആദ്യം ഞങ്ങളുടെ പാർട്ടി ഒന്ന് തുടങ്ങട്ടെ, എന്നിട്ട് ഞങ്ങളും കഴിച്ചിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാം. പോരെ? ആദ്യം ഇവിടുന്ന് പോ. അല്ല, ഇവരൊക്കെ ആരാ? ഇവര് പറക്കുന്ന നിഞ്ചാസാണ്. ഫ്രണ്ട്സ്, താഴെ കുടിഞ്ഞു. എന്ത് സ്മാർട്ടിയെ കൊണ്ടുപോയിന്നോ? എന്റെ തൊപ്പി തെറിക്കുന്ന തോന്നുന്നത്.
രക്ഷിക്കൂ. എന്നെ ആരെങ്കിലും രക്ഷിക്കണേ. രക്ഷിക്കൂ, എന്നെ കടത്തിക്കൊണ്ട് പോവാണേ. ആരാ ഇവിടെ? ആരെന്നെ കടത്തിക്കൊണ്ടുപോയത്? ധൈര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് വാ, വരാൻ. സാറേ ദേ അവിടെ സ്മാർട്ടി ആ, ഉണ്ട്. ഞാൻ സ്മാർട്ടി, കണ്ടൊന്ന് സ്മാർട്ടി, പതുക്കെ പോ. സ്മാർട്ടി. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആ ഗുണ്ടകളെ കൂട്ടാ പോയേ? അവര് ചിലപ്പോ ഈ സമയത്ത് വീട്ടിലെത്തി കാണും. എന്റെ അടീന്റെ പവർ കൊണ്ട് അവര് പേടിച്ച് അങ്ങോട്ട് ഓടി. എന്റെ അടി അത്രയ്ക്കും പവർഫുൾ ആയിരുന്നു, അറിയാലോ അല്ലേ? ഇനി സ്കൈ ഡൈവിംഗ് ചെയ്യണമെങ്കിലേ അവര് 2 പ്രാവശ്യം ആലോചിച്ചിട്ട് തീരുമാനിക്കുള്ളൂ. ആ രീതിയിലായിരുന്നില്ല എന്റെ ഓരോരോ ഇടിയും. എനിക്ക് ദേഷ്യം വന്നുണ്ടല്ലോ. അപ്പോ അതെ അതെ, ഒരു തവണ നിനക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ആ ദേഷ്യം കൊണ്ട് നീ 7ാമത്തെ ആകാശത്തെത്തും. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? നിങ്ങളെന്താ ഇവിടെ എത്തിയത്? എപ്പോഴെന്നാ ഞങ്ങളെ ചുറ്റും പറ്റി നിക്കുന്നത്? ഒന്ന് പൊക്കിയോടെ, വേഗം സ്റ്റാൻഡ് വിട്. അതെ അതെ, ഞങ്ങള് പോയിക്കോളാം. എന്തിനാ ഇങ്ങനെ വെറുതെ ദേഷ്യപ്പെടുന്നേ? അല്ലല്ലോ, നീ ആകാശത്ത് പോകുന്നതൊക്കെ ഞങ്ങൾ ഇവിടുന്ന് നേരിട്ട് കണ്ടതാ. നീ എത്ര ധൈര്യപൂർവ്വം അവരോടൊക്കെ ഏറ്റുമുട്ടിയതല്ലേ? ഇവരെല്ലാം കണ്ട പോലെയാണല്ലോ സംസാരിക്കുന്നത്. ഫ്രണ്ട്സ്, നിങ്ങളൊക്കെ സ്ഥലം വിട്ടോ. ഞാൻ ഇവരുടെ അടുത്ത് 4 വർത്താനം പറഞ്ഞിട്ട് വരാം. ഇനി പറ, നിങ്ങളെല്ലാരും ആകാശത്ത് എന്താണ് കണ്ടതെന്ന്? എന്തൊക്കെ സംഭവിച്ചോ അതെല്ലാം ഞങ്ങൾ ഇവിടുന്ന് കണ്ടു. ഒരു ചെറിയ ചെറുക്കനാ നിന്നെ വന്ന് രക്ഷപ്പെടുത്തിയത്. മതി മതി, മിണ്ടാണ്ടിരിക്കേ. ഞാൻ നിങ്ങൾക്ക് പിസയും ബർഗറും കൂൾ ഡ്രിങ്ക്സും എല്ലാം വാങ്ങിച്ചു തരാം. പക്ഷെ പ്ലീസ്, നിങ്ങൾ ഈ കണ്ട കാര്യം ആരോടും പറയരുത്. വരൂ, എന്നെ ഫോളോ ചെയ്യൂ, കമോൺ. ഇതാ അല്ല സ്മാർട്ടി, നമ്മുടെ പിക്നിക് ഇതുവരെ കഴിഞ്ഞില്ലല്ലോ. പിന്നെ നീ എന്താണ് നമ്മുടെ സാധനങ്ങളൊക്കെ ഇവർക്ക് കഴിക്കാൻ കൊടുത്തത്? ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്, എല്ലാവർക്കും ഭക്ഷണം പങ്കിട്ട് കഴിക്കുമ്പോഴാണ് ശരിക്കും സന്തോഷം ഉണ്ടാവുന്നതെന്ന്. കുറച്ചങ്ങോട്ട് മാറിയിരുന്ന് കഴിക്കും പിള്ളേരെ. ഞാൻ ഇന്നും കുറച്ച് കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുവരാം. നിങ്ങളൊന്ന് പറയോ, എന്നെ ആരാണ് രക്ഷിച്ചതെന്ന്? നല്ല മോനല്ലേ, പറടാ. ശരി, ഞാൻ പറഞ്ഞു തരാം. എന്റെ കൂട്ടുകാരൻ വാശിയാണ്. ശരിക്കും നീയാണോ എന്നെ 2 പ്രാവശ്യം രക്ഷിച്ചത്? താങ്ക് യു സുഹൃത്തെ. നീ എനിക്ക് വേണ്ടി ഇന്നൊരു സഹായം ചെയ്തു തരണം. എന്റെ സ്കൂളിൽ ഒരു കുരുത്തം കെട്ട ചെക്കനുണ്ട്, അവന്റെ പേര് ശിവാന്ന. അവൻ എപ്പോഴും എനിക്കിട്ട് പാര വെക്കല പണി. നീ എന്റെ സ്കൂൾ വരെ വന്ന് അവനൊരു പാഠം പഠിപ്പിക്കോ പ്ലീസ്? നീ എന്ത് ചോദിച്ചാലും ഞാൻ വാങ്ങിച്ചു തരാം, പ്ലീസ്. അതൊക്കെ ശരി തന്നെ, പക്ഷെ എന്റെ കൂട്ടുകാരനായ വാശിയുണ്ടല്ലോ, എന്ത് സഹായത്തിന് മുന്നിൽ നിൽക്കുന്നവനാ. വാശിയുടെ നമ്പർ എഴുതിയെടുത്തോ, പെട്ടെന്ന് വല്ല അത്യാവശ്യം വന്നാലോ. ആ വാശി ചെറുക്കൻ എന്താ ഇതുവരെ വരാത്തത്? ഒന്ന് ഫോൺ ചെയ്ത് നോക്കാം. ഹലോ, ആ ഞാൻ വാശിയുടെ കൂട്ടുകാരനാ പറയുന്നത്. ആ അല്ല, വാശി എവിടെ പോയി? അവനെ ഒന്ന് അറിയിക്കോ, ഞങ്ങൾ എല്ലാരും അവനെ വേണ്ടി കാത്തിരിക്കുകയാണെന്ന്. ആ ശിവ വരുന്ന സമയമായി. വാശിനോട് പറയണം ഇവിടെ വന്ന് ശിവയ്ക്ക് ശരിക്കിട്ട് പെരുമാറണമെന്ന്, കേട്ടല്ലോ? ശരിക്കും ഒന്ന് നിന്നെ രക്ഷിച്ചത് വാശിയൊന്നല്ല, വേറെ ആരാണ്ടുമാണ്. എന്ത്? വേറെ ആരോ ഒരാളെന്നോ? ആരാത്? അതറിയണമെന്നുണ്ടെങ്കിൽ വാശിയുടെ പേര് ഉറക്കെ പറഞ്ഞോണ്ടേയിരുന്നു. അപ്പൊ നിനക്ക് തന്നെ മനസ്സിലായിക്കോളും അന്ന് നിന്നെ ആരാണ് വന്ന് രക്ഷിച്ചതെന്ന്. വാശി 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 ശിവ ശിവ. എന്താണ് സ്മാർട്ടി, നീ വെറുതെ ശിവയുടെ പേരും പറഞ്ഞോണ്ട് നിൽക്കുന്നത്? ആ ശിവയല്ലോ, വാശി നല്ലട പറഞ്ഞത്. നിന്റെ ചെവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ശിവക്കിട്ട് എനിക്കൊരു പണി കൊടുക്കണം. വാശി 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 ശിവ ശിവ. അല്ല, ശിവ എങ്ങനെ ഇവിടെ എത്തിയത്? അതും എന്റെ പപ്പയുടെ ഒപ്പം. അല്ല ശിവ, നീയോ? പപ്പ, വാശി ശിവ വാശി ശിവ ശിവ, നീയാണോ എന്നെ രക്ഷിച്ചത്? അതെ, ഞാനാണ് നിന്നെ രക്ഷിച്ചത്. നീ എന്തിനാ എന്നെ രക്ഷിച്ചത്? എന്നെ സ്വയം രക്ഷിക്കാൻ എനിക്കറിയാം. എന്റെ കൂടെ എന്റെ കൂട്ടുകാരും പിന്നെ ആ ലഡ്ഡു സിംഗ് സാറും ഉണ്ടായിരുന്നു. പാറ്റി,
ശിവ നിന്റെ ജീവൻ രക്ഷിച്ചതും പോരാഞ്ഞിട്ട് എന്നിട്ട് നീ അവനെ കുറ്റം പറയുന്നോടാ. പറ. എന്റെ അടുത്ത് ലഡ്ഡൂസിക്ക് എല്ലാ കാര്യവും പറഞ്ഞു അറിയാ. നീ ശിവയുടെ അടുത്ത് താങ്ക് യു പറഞ്ഞ് വീണ്ടും കൂട്ടുകൂടാൻ നോക്ക്. സോറി ആൻഡ് താങ്ക് യു ശിവ. വെൽക്കം സ്മാർട്ടി. Watch India's largest kids library only on Geo Hotstar. Download the app now.